അച്ഛൻ പറയാറുണ്ട് ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവന് പൂജയെന്ന്. എന്നാൽ അച്ഛൻ ഇവനെന്ന് അങ്ങ് അച്ഛൻ അഭിസംബോധന ഞാനും പറഞ്ഞതല്ല, അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത്. ഞാനത് സ്വാമി നമ്മളെ പ്രായത്തിൽ മൂത്ത ആളായതുകൊണ്ട് നമ്മൾ ഇടാന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന്. കിടപ്പിലായിരുന്നുകൊണ്ട് ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന്. തൊട്ടടുത്ത എൻ്റെ അയൽവാസി പറയാറുണ്ട്, വിശ്വംഭരൻ എന്നാൾ പറയുന്നുണ്ട്. പിന്നെ അയാൾ രാത്രി കിടന്ന് ഇവർ തള്ളയും മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്നതായിട്ട് രാത്രിയിൽ. അതായത് അച്ഛൻ്റെ മൂത്രം ഒഴിച്ച് അമ്മ തുണി മാറ്റണ്ട അവിടെ കിടക്കട്ടെ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ ആത്മാവ് നേരെ മേളിലോട്ട് പോകുന്നത് അവൻ്റെ ദൃഷ്ടിയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഒരു ഇതുണ്ടാവില്ലേ. മരിക്കാൻ പോണ ആള് BP ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ ഷുഗറിന് ഇഞ്ചക്ഷൻ ചെയ്ത്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. ന്യൂസ് നമ്പർ 7. നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ആറാളുംമൂട്ടിൽ ഗൃഹനാഥന്റെ മൃതദേഹം ആരും അറിയാതെ മറവു ചെയ്ത സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. സമാധിയിരുത്തിയെന്ന് മക്കൾ അവകാശപ്പെടുന്ന കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇപ്പോഴും കുടുംബം. കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ വീണ്ടും വീണ്ടും പറയുന്നത്. കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നു. സമാധി പൊളിച്ചാൽ അതിന്റെ ശക്തി പോകുമെന്നും ഹിന്ദു വികാരം വ്രണപ്പെടുമെന്നുമാണ് മക്കൾ ആവർത്തിക്കുന്നത്. ഇവരുടെ ഈ കടുംപിടുത്തമാണ് സംഭവത്തെ കൂടുതൽ ദുരൂഹമാക്കുന്നത്. കല്ലറ പൊളിച്ച മൃതദേഹം ഡോക്ടർ പരിശോധിച്ചാൽ അത് കളങ്കപ്പെടുമെന്നതിനാലാണ് അനുവദിക്കാതിരിക്കുന്നത് എന്നാണ് മകൻ പറയുന്നത്. അതേസമയം തന്നെ അതിയന്നൂർ കാവിള ഗോപൻ സ്വാമിയുടെ സമാധിയുടെ പോസ്റ്റർ അച്ചടിച്ചതിൽ പോലും ദുരൂഹതയുണ്ടെന്ന് പോലീസും പറയുന്നു. എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയതെന്നതിൽ മക്കൾ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത് നരബലി ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ സാധ്യതയാണ്. ഈ സാധ്യതയിലേക്കാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ സംഭവങ്ങളും പ്രതികരണങ്ങളും തന്നെ വിരൽ ചൂണ്ടുന്നത്. അതെ, അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സംഭാഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ഇത് നരബലിയാണോ? ഇലന്തൂർ നരബലി നമ്മൾ ആരും മറന്നിട്ടില്ല. ഈ നരബലി പോലുള്ള സംഭവത്തിലേക്ക് തന്നെയാണോ ഇത്തരം കാര്യങ്ങളെല്ലാം, അതായത് ഗോപൻ സ്വാമിയുടെ മരണവും വിരൽ ചൂണ്ടുന്നത് എന്നതിലേക്ക് കൃത്യമായ ഒരു വെളിച്ചം വീശേണ്ടതുണ്ട്. അതിലെ വാസ്തവം പുറത്തു വരേണ്ടതുണ്ട്. സത്യത്തിൽ എന്തിനാണ് ഇത്രയേറെ കടുംപിടുത്തം മക്കൾ പിടിക്കുന്നത് എന്നതിലെ ചോദ്യത്തിൽ തന്നെ ഇതിലെ ദുരൂഹത വർദ്ധിക്കുകയാണ്. എന്തായാലും ഈ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കാണ്, നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ സംഭാഷണങ്ങൾ അത്രയും വിരൽ ചൂടുന്നത്. ആ സംഭാഷണങ്ങളുടെ ഓഡിയോ രേഖ ഞങ്ങൾ നിങ്ങൾക്കായി കേൾപ്പിക്കുകയാണ്. ഈ ചെറുക്കൻ പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്തിരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷേ നടക്കാനുള്ള സാധ്യതയില്ല. കാര്യം 2 വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ്. നടക്കാൻ വയ്യാത്ത ഒരാളെങ്ങനെ നടന്നു വന്നതിനകത്തിരിക്കും? അതൊക്കെ കൊണ്ടാണ് നാട്ടുകാർക്ക് ഈ ദുരൂഹത. രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്നതെന്നാണ് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ പറയാറുണ്ട് ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവന് പൂജയെന്ന്. എന്നാൽ അച്ഛൻ ഇവനെന്ന് അങ്ങ് അച്ഛൻ അഭിസംബോധന ഞാനും പറഞ്ഞതല്ല, അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത്. ഞാനത് സ്വാമി നമ്മളെ പ്രായത്തിൽ മൂത്ത ആളായതുകൊണ്ട് നമ്മൾ ഇടാന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന്. പിന്നെ ഭയങ്കര ഈ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ്. പിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുണ്ടല്ലോ. അപ്പോൾ കുടുംബ വീട്ടിൽ ഞാൻ ആഴ്ചോറും വരും. അപ്പോൾ വരാറുള്ളപ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇന്നലെ മെനിഞ്ഞാന്നാണ് അറിഞ്ഞത്, പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നുകൊണ്ട് ആ കിടക്കയിൽ തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന്. തൊട്ടടുത്ത എൻ്റെ അയൽവാസി പറയാറുണ്ട്, വിശ്വംഭരൻ എന്നാൾ പറയുന്നുണ്ട്. പിന്നെ അയാൾ രാത്രി കിടന്ന് ഇവർ തള്ളയും മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്നതായിട്ട് രാത്രിയിൽ. അതായത് അച്ഛൻ്റെ മൂത്രം ഒഴിച്ച് അമ്മ തുണി മാറ്റണ്ട അവിടെ കിടക്കട്ടെ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ എണീറ്റ് നടന്നു വന്ന് ആ ഒരു സമാധി പീഠ ഉണ്ടാക്കിയിരിക്കുന്ന അകത്ത് കയറി ഇരുന്നു. അവൻ്റെ അച്ഛൻ്റെ ആത്മാവ് നേരെ മേളിലോട്ട് പോകുന്നത് അവൻ്റെ ദൃഷ്ടിയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഒരു ഇതുണ്ടാവില്ലേ? ഈ കാലത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർക്കെല്ലാം ആ ഒരു പരിവവും ഒരു ഇതുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നും
കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അതിന് മറ്റു ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ, അത് നാട്ടുകാരെ കൂടെ സംബന്ധിച്ചാണല്ലോ അതെല്ലാം ചെയ്യേണ്ടത്. അതെ അതെ, അത് നാട്ടുകാരെ അല്ലെങ്കിൽ ഒരു വീട്ടുകാരെങ്കിലും അവരെ അറിയിച്ചിട്ട് എൻ്റെ അച്ഛൻ, അത് അവരുടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസത്തെ ആരും ചൂഷണം ചെയ്യാൻ പാടില്ല. അവരെ വിശ്വാസത്തിൽ അവർ നടന്നു ചെയ്തോട്ടെ. ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, നിങ്ങളെ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ചില കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്, അത് നിങ്ങൾ അതിൻ്റെ കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ഇവിടെ ആർക്കും, അവരുടെ ബന്ധുക്കാർ പോലും അറിഞ്ഞിട്ടില്ല. ബന്ധുക്കാർ, അടുത്ത ബന്ധുക്കൾ, ഈ 4 ചുറ്റും ഈ കാടാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വീടുകളുണ്ട്, ആ വീടിനകത്തുള്ള ആൾക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ നാട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരു പരിഭവം. അത് എന്താണെന്നുള്ള കാര്യം അറിയണം. തീർച്ചയായും നിരവധി ദുരൂഹതകൾ ഇതിന്റെ പിന്നിൽ ബാക്കി കിടക്കുന്നുണ്ട്. എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത്? വഴിമുക്കിൽ എന്തൊക്കെ ക്രിയകൾ, എന്തൊക്കെ ആഭിചാര ക്രിയകൾ നടന്നിട്ടുണ്ട്? ഇതിന്റെ ചുരുളഴിക്കണമെങ്കിൽ കൂടുതൽ പോലീസ് അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. ആ കൗതുകത്തിൽ തന്നെയാണ് വഴിമുക്കിലെ നാട്ടുകാരും. രാജീവ് രാജേന്ദ്രനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം. ഞങ്ങൾ സംശയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോവിൽ വെക്കുന്ന സമയത്ത് ഈ കന്നിമൂലയെന്നും പറഞ്ഞ് ഇവിടെ നാഗര വെക്കാനാണ് ഈ സ്ലാപ്പ് അടിച്ചിട്ടിരുന്നത്. ഇപ്പൊ നാഗരയ്ക്ക് വെക്കാൻ വേണ്ടി തമ്പി എന്ന് പറഞ്ഞ ഒരു പുള്ളി വസ്തു കൊടുത്തു. മരണത്തിൽ എന്താണ് സംശയം? മരണത്തിന് ഇത് അവര് കൊന്നത് തന്നെ. അതെങ്ങനെ പറയാൻ പറ്റും? മകൻ ഇങ്ങനെ എന്നാ കൊന്നതെന്ന് പറഞ്ഞാ, അല്ലെങ്കിൽ 10 പയ്യന്മാരെ വേറെ ആരെയും വിളിക്കണ്ട, 10 ചെറുപ്പക്കാരെ വിളിക്കാറില്ല. അച്ഛൻ ഇതുപോലെ സംഭവിച്ചു, എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കണമെന്ന് പറയാനില്ല. പുറത്തറിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ അത് ആചാരം, വിശ്വാസം. അത് ഏതെങ്കിലും നല്ല മാന്ത്രികന്മാരോട് ചോദിച്ചു നോക്കണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു. എങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാമല്ലോ, എല്ലാവർക്കും ഇതുപോലെ ചെയ്യാമല്ല. ഇപ്പോൾ ഇവിടെ അവൻ പറഞ്ഞാണ്ട, മരിക്കാൻ പോണ ആള് BP-യുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ ഷുഗറിന് ഇഞ്ചക്ഷൻ ചെയ്ത്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, നിങ്ങൾ സംശയിക്കുന്ന പോലെ മക്കളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിനൊരു മോട്ടീവ് വേണ്ടത്? മക്കള് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ സമാധി ഇരുന്നെന്ന് പറയുമ്പോൾ ഈ കോവിലിന്റെ പ്രസിദ്ധി കൊണ്ടുവരാൻ വേണ്ടി, ഈ സമാധി ഇരുന്ന ക്ഷേത്രമാണ്, ആളുകൾ സുവാസ സ്ഥലം പോലെ വല്ല ക്ഷേത്രത്തിൽ ആളുകൾ വരണില്ലേ, അതുപോലെ വരാൻ വേണ്ടി ചെയ്തായിരിക്കുമെന്നാണ് സംശയം. നിങ്ങൾക്ക് ഇവിടെ ഈ അവരവിടെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 3 മണിക്ക് ശേഷം ദർശനമുണ്ടാക്കും. ഈ ഗോപൻ സ്വാമി ആളുകൾക്ക് ഇങ്ങനെ ദർശനം കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഗോപസ്വാമി ഇവിടെ പൂജയില്ല. ഗോപസ്വാമി പൂജ അമ്പലത്തിൽ ആ ചെറുക്കൻ, 2ാമത്തെ ചെറുക്കനാണ് പൂജ ചെയ്യുന്നത്. ഗോപസ്വാമി പൂജയൊന്നുമില്ല. ഗോപസ്വാമി അപ്പുറത്ത് ഒരു ആശ്രമം പോലെ വെച്ചിട്ടിരുന്ന് അവിടെ കിടന്ന് അതൊക്കെ പൊളിച്ച്, മനസ്സിലായി. ഇത് കോവിൽ വന്നതിന് ശേഷം ആ പയ്യനാണ് പൂജ ചെയ്യുന്നത്. ഇവിടെ 10, 15, 14, 12 വയസ്സായ പിള്ളേര് വരാൻ പാടില്ല. വരണമെന്നെങ്കിൽ അവര് മുണ്ടും നേരിയൊന്നും കൊടുത്തോണ്ട് വരണം, ബ്ലൗസ് ഇട്ട് മുണ്ടും നേരി കൊടുത്തോണ്ട് വരണം. ഇപ്പോൾ ഉള്ള പിള്ളേർ ആരാണ് ചുരിദാർ ഇടാതെ വരും. ആണുങ്ങൾ വന്നാൽ പാന്റ് ഇടാൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ പോളിസി. ഇവിടെ നിങ്ങൾ പറയുന്നത് ഇത് പൊളിച്ച് പരിശോധിക്കണം, പരിശോധിക്കണം എന്നെ പറയുന്നത്. അല്ലെങ്കിൽ നാട്ടിലുള്ള പിള്ളേർ ഇപ്പൊ കഞ്ചാവും വെള്ളവും അടിച്ചും കൊണ്ട് വീട്ടിലിരിക്കുന്ന തള്ള ഞങ്ങൾ റോട്ടിൽ പോയിട്ട് വരുമ്പോൾ ഭാര്യയെ മക്കളെ ഇതുപോലെ ചെയ്യൂലേ? ഇത് ചാനലുണ്ട്, വെറും കാട് മുടിച്ച് കിടക്കണം, എടുത്ത് അതിനകത്ത് താത്തു വെച്ച് കളഞ്ഞ് നമ്മളൊക്കെ അറിയൂ. അപ്പൊ ഇത് കഞ്ചാവ് അടിച്ചുകൊണ്ട് വേണമെന്ന് എനിക്കൊരു പാടായില്ലേ?